Good morning students, welcome to this video. നമ്മൾ ഇതുവരെ ട്രാൻസിസ്റ്ററിനെ പറ്റി പറഞ്ഞത് ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ്, അതിൽ നിന്നാണ് ട്രാൻസിസ്റ്റർ എന്ന പേര് വന്നത്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ് ഫ്രോം ഇൻപുട്ട് ടെർമിനൽസ് ടു ഔട്ട്പുട്ട് ടെർമിനൽസ്, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ് ഫ്രോം ഇൻപുട്ട് ടെർമിനൽസ് ടു ഔട്ട്പുട്ട് ടെർമിനൽസ്, അതിൽ നിന്നാണ് ട്രാൻസിസ്റ്റർ എന്ന പേര് വന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് സാധാരണഗതിയിൽ ഒരു പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും ജോയിൻ ചെയ്യുമ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യും. ഡയോഡിൽ ഒരു പി എൻ ജംഗ്ഷൻ ആണുള്ളത്, ട്രാൻസിസ്റ്ററിൽ രണ്ട് പി എൻ ജംഗ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന പേര് എങ്ങനെയാണ് വന്നത്. ബൈ എന്ന് പറഞ്ഞാൽ രണ്ട്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ കണ്ടക്ഷൻ നടക്കുന്നത് ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും ഹെൽപ്പോടുകൂടിയാണ്. അങ്ങനെ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും കൂടെ ഹെൽപ്പോടുകൂടിയാണ് ഈ ട്രാൻസിസ്റ്ററിൽ കണ്ടക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് ബൈപോളാർ എന്ന പേര് വന്നു. ഓക്കെ, എയ്തർ ഇലക്ട്രോൺസ് ഓർ ഹോൾസ് ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിന്റെ മാത്രം സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഹോൾസിന്റെ മാത്രം സഹായത്തോടു കൂടിയായിരുന്നെങ്കിൽ യൂണിപോളാർ എന്ന പേര് വന്നേ. പക്ഷെ ഇവിടെ ബൈപോളാർ എന്ന പേര് വരാൻ കാരണം കണ്ടക്ഷൻ നടക്കുന്നത് ഇവിടെ ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും സഹായത്തോടു കൂടിയാണ്. അങ്ങനെ രണ്ട് എണ്ണത്തിന്റെ സഹായത്തോടു കൂടി നടക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും സഹായത്തോടു കൂടി നടക്കുന്നതുകൊണ്ട് അതിനെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കും. ഇത്രയുമാണ് നമ്മൾ ആ രണ്ട് വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ ആദ്യമേ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ട്രാൻസിസ്റ്റർ ഇൻട്രൊഡക്ഷന് പകരം അബദ്ധവശാൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ ആ ട്രാൻസിസ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ മസ്റ്റായിട്ട് കാണണം. അതിനുശേഷം BJT കാണണം. അതിനുശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. കാരണം കണ്ടിന്യൂഷൻ വേണമെങ്കിൽ കണ്ടിന്യൂഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ട്രാൻസിസ്റ്റർ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് BJT ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് BJT ആണ്. ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ലെയേഴ്സ് യൂസ്ഡ്, BJT ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. അതായത് സെമി കണ്ടക്ടർ ലെയറിന്റെ ടൈപ്പിനെ അടിസ്ഥാനമാക്കി നമുക്ക് BJT രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. NPN ട്രാൻസിസ്റ്റർ എന്നും PNP ട്രാൻസിസ്റ്റർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ BJT നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് NPN ട്രാൻസിസ്റ്റർ, രണ്ടാമത്തത് PNP ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ രണ്ടു തരമുണ്ട്. ഓക്കെ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ രണ്ടു തരമുണ്ട്. NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും. NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും. ഇനി എന്താണ് NPN ട്രാൻസിസ്റ്റർ, എന്താണ് PNP ട്രാൻസിസ്റ്റർ? NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, NPN. ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതെന്താ, N ടൈപ്പ് മെറ്റീരിയൽ. ഇത് N ടൈപ്പ് മെറ്റീരിയൽ ആണ്. നടുക്ക് ഒരു P ടൈപ്പ് മെറ്റീരിയൽ, അറ്റത്ത് വീണ്ടും ഒരു P ടൈപ്പ് മെറ്റീരിയൽ. നമ്മൾ സാൻഡ്വിച്ച് കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാൻഡ്വിച്ചിനകത്ത് ബ്രെഡ് പീസിന്റെ ഇടയിൽ ഫില്ലിങ്സ് ഇരിക്കുന്ന പോലെ ഒരു P ടൈപ്പ് മെറ്റീരിയല് രണ്ട് N ടൈപ്പ് മെറ്റീരിയലിനിടയിൽ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതാണ് NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. NPN ട്രാൻസിസ്റ്റർ ഈ ഫിഗർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ a P type material is sandwiched between two N type material. രണ്ട് N ലെയറിനിടയിൽ ഒരു P ലെയർ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നതാണ് NPN ട്രാൻസിസ്റ്റർ. NPN ലെഫ്റ്റ് സൈഡിൽ N ടൈപ്പ് മെറ്റീരിയല്, റൈറ്റ് സൈഡിൽ N ടൈപ്പ് മെറ്റീരിയല്, മിഡിലിൽ P ടൈപ്പ് മെറ്റീരിയല്. അങ്ങനെ ഒരു P ടൈപ്പ് മെറ്റീരിയലില് രണ്ട് N ലെയറിനിടയിൽ സാൻഡ്വിച്ച് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് NPN ട്രാൻസിസ്റ്റർ. When a P type material is sandwiched between two N layers, that transistor is known as NPN transistor.
ഒരു പി ലെയർ അല്ലെങ്കിൽ ഒരു പി ടൈപ്പ് മെറ്റീരിയല് രണ്ട് എൻ ടൈപ്പ് ലെയറിനിടയിൽ സാൻഡ്വിച്ച് ചെയ്താൽ ആ ട്രാൻസിസ്റ്ററിനെ വിളിക്കുന്ന പേര് NPN ട്രാൻസിസ്റ്റർ. ഈ ഫിഗർ നോക്ക്, രണ്ടാമത്തെ ടൈപ്പ് ട്രാൻസിസ്റ്റർ. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ പി ടൈപ്പ് മെറ്റീരിയൽ, റൈറ്റ് സൈഡിലും പി ടൈപ്പ് മെറ്റീരിയൽ, മിഡിലിൽ എൻ ടൈപ്പ് മെറ്റീരിയൽ. ലെഫ്റ്റ് സൈഡിൽ പി ടൈപ്പ്, റൈറ്റ് സൈഡിൽ പി ടൈപ്പ്, മിഡിൽ എൻ ടൈപ്പ്. അങ്ങനെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ NPNന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ PNP. അവിടെ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ രണ്ട് പി ടൈപ്പ് മെറ്റീരിയലിടെ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു എൻ ടൈപ്പ് മെറ്റീരിയല് രണ്ട് പി ടൈപ്പ് മെറ്റീരിയലിനിടയിൽ സാൻഡ്വിച്ച് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് PNP ട്രാൻസിസ്റ്റർ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പി ടൈപ്പ്, റൈറ്റ് സൈഡിൽ പി ടൈപ്പ്, നടുക്ക് എൻ ലെയർ. അങ്ങനെ ഒരു എൻ ലെയർ രണ്ട് പി ലെയറിനിടയിൽ സാൻഡ്വിച്ച് ചെയ്തിരുന്നാൽ ആ ട്രാൻസിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് PNP ട്രാൻസിസ്റ്റർ. അപ്പോൾ ഈ ഫിഗർ വെച്ച് നമുക്ക് NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻ ലെയറും കാണും, ഒരു പി ലെയറും കാണും. ഓക്കെ, രണ്ട് എൻ ടൈപ്പ് മെറ്റീരിയലും കാണും, ഒരു പി ടൈപ്പ് മെറ്റീരിയലും കാണും. ഓക്കെ, രണ്ട് എൻ ടൈപ്പ് മെറ്റീരിയലും സൈഡിലായിരിക്കും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. പി ടൈപ്പ് മെറ്റീരിയല് നടുക്കായിരിക്കും, മിഡിൽ പോർഷൻ ആയിരിക്കും. അങ്ങനെ ഒരു പി ടൈപ്പ് മെറ്റീരിയല് രണ്ട് എൻ ടൈപ്പ് മെറ്റീരിയലിടയിൽ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരുന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് NPN ട്രാൻസിസ്റ്റർ. PNP ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് പി ലെയർ, അതായത് രണ്ട് പി ടൈപ്പ് മെറ്റീരിയൽ കാണും, ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ കാണും. അങ്ങനെ ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ രണ്ട് പി ടൈപ്പ് മെറ്റീരിയലിനിടയിൽ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേര് PNP ട്രാൻസിസ്റ്റർ. ഓക്കെ, നമുക്കറിയാം എൻ ടൈപ്പ് മെറ്റീരിയലിൽ മെജോറിറ്റി ക്യാരിയർ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് മൈനസ് ആണ്. പി ടൈപ്പ് മെറ്റീരിയൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആണ്, അതിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്, പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ പി ടൈപ്പ് മെറ്റീരിയൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആണ്, എൻ ടൈപ്പ് മെറ്റീരിയൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് കാണിക്കുന്നത് മൈനസ് ആണ്, ഹോൾസിന്റെ ചാർജ് പ്ലസ് ആണ്. അങ്ങനെ ഒരു പി ടൈപ്പ് മെറ്റീരിയലിനെ രണ്ട് എൻ ടൈപ്പ് മെറ്റീരിയലിനിടയിൽ സാൻഡ്വിച്ച് ചെയ്താൽ അത് NPN ട്രാൻസിസ്റ്ററും, ഒരു എൻ ടൈപ്പ് മെറ്റീരിയലിന് രണ്ട് പി ടൈപ്പ് മെറ്റീരിയലിനിടയിൽ സാൻഡ്വിച്ച് ചെയ്തിരുന്നാൽ അത് PNP ട്രാൻസിസ്റ്റർ. ഇപ്പോൾ നമുക്ക് BJT ട്രാൻസിസ്റ്ററിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, NPN എന്നും PNP എന്നും. NPN എന്ന് പറഞ്ഞാൽ, NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി ടൈപ്പ് മെറ്റീരിയലിന് രണ്ട് എൻ ടൈപ്പ് മെറ്റീരിയലിനിടയിൽ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കും. ഒരു PNP ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു എൻ ടൈപ്പ് മെറ്റീരിയല് രണ്ട് പി ടൈപ്പ് മെറ്റീരിയലിനിടയിൽ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കും. ഇതാണ് NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ എന്താണെന്ന് പഠിക്കണം, അതിന് എത്ര ടെർമിനൽ ഉണ്ടെന്ന് പഠിക്കണം. ട്രാൻസിസ്റ്ററിന് 3 ടെർമിനലാണുള്ളത്: എമിറ്റർ, ബേസ്, കളക്ടർ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഓരോന്നിനെ പറ്റിയും വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ആദ്യമേ NPN ആയാലും PNP ആയാലും ട്രാൻസിസ്റ്ററിന് 3 ടെർമിനലാണുള്ളത്: എമിറ്റർ, ബേസ്, കളക്ടർ. ഇവിടെ PNP നോക്ക്, അവിടെയും 3 ടെർമിനലുണ്ട്. ഒന്ന് എമിറ്റർ, രണ്ടാമത്തത് ബേസ്, മൂന്നാമത്തത് കളക്ടർ. അങ്ങനെ ട്രാൻസിസ്റ്ററിന് 3 ടെർമിനലുണ്ട്: എമിറ്റർ, ബേസ്, കളക്ടർ. ഇതാണ്ട് ഈ NPN ട്രാൻസിസ്റ്ററിൽ എമിറ്റർ ടെർമിനൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻ ടൈപ്പ് മെറ്റീരിയലാണ്. കളക്ടർ ടെർമിനലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എൻ ടൈപ്പ് മെറ്റീരിയലാണ്. ബേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പി ടൈപ്പ് മെറ്റീരിയലാണ്. ഓക്കെ, അപ്പോൾ NPN ട്രാൻസിസ്റ്ററിന് 3 ടെർമിനലുണ്ട്, PNP ട്രാൻസിസ്റ്ററിന് 3 ടെർമിനലുണ്ട്. ഏതൊക്കെയാണ്? എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, ഇവിടെ PNP ട്രാൻസിസ്റ്റർ 3 ടെർമിനലുണ്ട്: എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, ഇവിടെ NPN ട്രാൻസിസ്റ്ററിൽ എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് എമിറ്റർ, പി ടൈപ്പ് ആണ് ബേസ്, വീണ്ടും എൻ ടൈപ്പ് ആണ് കളക്ടർ. ഓക്കെ,
PNP ട്രാൻസിസ്റ്ററിൽ പി ടൈപ്പ് ആണ് എമിറ്റർ, എൻ ടൈപ്പ് ആണ് ബേസ്, വീണ്ടും പി ടൈപ്പ് ആണ് കളക്ടർ. ഓക്കെ, ശ്രദ്ധിക്കുക. NPN ട്രാൻസിസ്റ്ററിൽ എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് എമിറ്റർ, നടുക്കുള്ള പി ടൈപ്പ് ആണ് ബേസ്, സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് കളക്ടർ. PNP ട്രാൻസിസ്റ്ററിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള പി ടൈപ്പ് മെറ്റീരിയൽ ആണ് എമിറ്റർ, നടുക്കുള്ള എൻ ടൈപ്പ് ബേസ് ആണ്, റൈറ്റ് സൈഡിലുള്ള പി ടൈപ്പ് മെറ്റീരിയൽ കളക്ടർ ആണ്. ഓക്കെ, എന്നൊന്നുകൂടെ പറയാം. ട്രാൻസിസ്റ്ററിന് 3 ടെർമിനലാണുള്ളത്. NPN ആയാലും PNP ആയാലും എമിറ്റർ, ബേസ്, കളക്ടർ എന്ന 3 ടെർമിനലാണുള്ളത്. ഓക്കെ, ഇവിടെ NPN ട്രാൻസിസ്റ്ററിൽ ലെഫ്റ്റ് സൈഡിലുള്ള എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് എമിറ്റർ, നടുക്കുള്ള പി ടൈപ്പ് മെറ്റീരിയൽ ബേസ്, റൈറ്റ് സൈഡിലുള്ള എൻ ടൈപ്പ് മെറ്റീരിയൽ കളക്ടർ. ഇനി PNP ട്രാൻസിസ്റ്ററിൽ ലെഫ്റ്റ് സൈഡിലുള്ള എമിറ്റർ, ലെഫ്റ്റ് സൈഡിലുള്ള പി ടൈപ്പ് മെറ്റീരിയൽ എമിറ്റർ, നടുക്കുള്ള എൻ ടൈപ്പ് മെറ്റീരിയൽ ബേസ്, റൈറ്റ് സൈഡിലുള്ള പി ടൈപ്പ് മെറ്റീരിയൽ കളക്ടർ. ഓക്കെ, ഇനി NPN ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ ആണിത്. എമിറ്റർ, ബേസ്, കളക്ടർ. PNP ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ ആണിത്. എമിറ്റർ, ബേസ്, കളക്ടർ. 2 സിമ്പിൾ ഒരുപോലെ ഇരിക്കുകയാണ്. അല്ല, രണ്ടിലും സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 3 ടെർമിനലുണ്ട്. ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. PNP ട്രാൻസിസ്റ്റർ 3 ടെർമിനലുണ്ട്. എമിറ്റർ, ബേസ്, കളക്ടർ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കുക. NPN ട്രാൻസിസ്റ്ററിൽ ഈ ആരോയുടെ ഡയറക്ഷൻ ബേസിൽ നിന്ന് എമിറ്ററിലേക്കാണ്. PNP ട്രാൻസിസ്റ്ററിൽ ഈ ആരോയുടെ ഡയറക്ഷൻ എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണ്. അതാണ് NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും സിമ്പലിലുള്ള വ്യത്യാസം. അതാണ്. അപ്പോൾ NPN ട്രാൻസിസ്റ്ററിന്റെയും PNP ട്രാൻസിസ്റ്ററിന്റെയും സിമ്പൽ തമ്മിലുള്ള വ്യത്യാസം, NPN ട്രാൻസിസ്റ്ററിൽ ആരോയുടെ ഡയറക്ഷൻ ബേസിൽ നിന്ന് എമിറ്ററിലേക്കാണ്. PNP ട്രാൻസിസ്റ്ററിൽ ആരോയുടെ ഡയറക്ഷൻ എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണ്. എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണ്. NPN ട്രാൻസിസ്റ്ററിൽ ബേസിൽ നിന്ന് എമിറ്ററിലേക്കാണ് ആരോയുടെ ഡയറക്ഷൻ. PNP ട്രാൻസിസ്റ്ററിൽ ഓപ്പോസിറ്റ് ആണ്, എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണ്. ഓക്കെ, അപ്പോൾ NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും തമ്മിലുള്ള സിമ്പലുള്ള വ്യത്യാസം, ആരോയുടെ ഡയറക്ഷൻ NPN ട്രാൻസിസ്റ്ററിൽ ബേസിൽ നിന്ന് എമിറ്ററിലേക്കും PNP ട്രാൻസിസ്റ്ററിൽ എമിറ്ററിൽ നിന്ന് ബേസിലേക്കും. ഓക്കെ, ഇനി എന്താണ് ഈ ആരോയുടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത്? ആരോയുടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് കറണ്ട് ഫ്ലോയാണ്. കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ആണ് സൂചിപ്പിക്കുന്നത്. ആരോയുടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് കറണ്ട് ഫ്ലോ ആണ്. അപ്പോൾ NPN ട്രാൻസിസ്റ്ററിൽ കറണ്ട് ഫ്ലോ ബേസിൽ നിന്ന് എമിറ്ററിലേക്കാണ്. PNP ട്രാൻസിസ്റ്ററിൽ കറണ്ട് ഫ്ലോ എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണ്. അപ്പോൾ ഈ ആരോയുടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് കറണ്ട് ഫ്ലോയാണ്. NPN ട്രാൻസിസ്റ്ററിൽ കറണ്ട് ഫ്ലോ ബേസിൽ നിന്ന് എമിറ്ററിലേക്കും, PNP ട്രാൻസിസ്റ്ററിൽ നേരെ മറിച്ചാണ്, എമിറ്ററിൽ നിന്ന് ബേസിലേക്കുമാണ്. അപ്പോൾ ആരോയുടെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനാണ് ഈ ആരോ സൂചിപ്പിക്കുന്നത്. NPN ട്രാൻസിസ്റ്ററിൽ കറണ്ട് ഫ്ലോ ബേസിൽ നിന്ന് എമിറ്ററിലേക്കാണ്. PNP ട്രാൻസിസ്റ്ററിൽ എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഒരു NPN ട്രാൻസിസ്റ്ററിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. NPN ട്രാൻസിസ്റ്ററിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് NPN ട്രാൻസിസ്റ്റർ.
എൻ പി ട്രാൻസിസ്റ്റർ വരുമ്പോഴത്തേക്ക് ആദ്യം എൻ ടൈപ്പ് മെറ്റീരിയൽ കാണും, പിന്നെ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ കാണും, വീണ്ടും ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ കാണും. ഓക്കെ, ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ. എൻ പി ട്രാൻസിസ്റ്റർ എത്ര ടെർമിനലുണ്ട്? 3. ഏതൊക്കെയാണ്? എമിറ്റർ, ബേസ്, കളക്ടർ. എമിറ്റർ, ബേസ്, കളക്ടർ. ഇതാണ് എൻ പി ട്രാൻസിസ്റ്ററിന്റെ ക്രോസ് സെക്ഷൻ വ്യൂ. 3 ടെർമിനലുണ്ട്, എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ 2 എൻ ടൈപ്പ് മെറ്റീരിയലിനിടയിൽ സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്. എൻ പി എൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ട്രാൻസിസ്റ്ററിനെ BJT രണ്ടായിട്ട് തരംതിരിക്കാം, എൻ പി എൻ എന്നും പി എൻ പി എന്നും. നിങ്ങള് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ട്രാൻസിസ്റ്ററിന് എങ്ങനെ വരയ്ക്കാമെന്ന്. എൻ പി എൻ ട്രാൻസിസ്റ്റർ എങ്ങനെ വരയ്ക്കാം, പി എൻ പി ട്രാൻസിസ്റ്റർ എങ്ങനെ വരയ്ക്കാമെന്ന് ഒരിക്കലും മറക്കരുത്. എൻ പി എൻ ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇത് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. ഇങ്ങനെയാണ് എൻ പി എൻ ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നത്. പി എൻ ബി വരയ്ക്കുന്നത് ഏകദേശം ഇതുപോലെയാണ്. ഒരേ ഒരു വ്യത്യാസം, ആരോടെ ഡയറക്ഷൻ മാത്രം വ്യത്യാസമാണ്. ഇത് എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, ഇത് പി എൻ പി ട്രാൻസിസ്റ്റർ. അപ്പോൾ എൻ പി എൻ ട്രാൻസിസ്റ്ററിനും പി എൻ പി ട്രാൻസിസ്റ്ററിനും 3 ടെർമിനലാണുള്ളത്. എമിറ്റർ, ബേസ്, കളക്ടർ. ഇവിടെയും എമിറ്റർ, ബേസ്, കളക്ടർ. ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ പി എൻ ട്രാൻസിസ്റ്ററിൽ ആരോടെ ഡയറക്ഷൻ ബേസിൽ നിന്ന് എമിറ്ററിലേക്കാണ്, പി എൻ പി ട്രാൻസിസ്റ്ററിൽ എമിറ്ററിൽ നിന്ന് ബേസിലേക്കാണ്. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസിസ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിനെ പറ്റി വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ.